റാഷിദ് പുറത്തേക്ക് പോയി. വാതിലടഞ്ഞ ശബ്ദം വീട്ടിൽ മുഴങ്ങി. നസ്രിൻ ഒറ്റയായി. അവൾ പതുക്കെ സോഫയിലിരുന്നു, കൈ വയറിന് മുകളിൽ. എന്ത് ചെയ്യും ഞാൻ? അപ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അവൾ ഫോൺ എടുത്തു. അൺനോൺ നമ്പർ. ഹൃദയം വേഗത്തിലിടിച്ചു. അവൾ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നീട് അവൾ കോൾ എടുത്തു. ഹലോ. ഒരു നിമിഷം നിശബ്ദം. പിന്നീട് ഒരു ശബ്ദം, അവൾ ഒരിക്കലും മറക്കാത്ത ശബ്ദം. നസ്രിൻ. അവളുടെ കൈ വിറച്ചു. ആദിൽ. ഞാൻ തന്നെയാണ്. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. എന്തിന്? അവളുടെ ശബ്ദം വിറച്ചു. എന്തിന് നീ പോയി? ഞാൻ നിന്നെ കാണണം, ആദിൽ പറഞ്ഞു. ഇപ്പോൾ? അതെ, ഇപ്പോൾ തന്നെ. എനിക്ക് കഴിയില്ല, നസ്രിൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വിവാഹിതയാണ്. ഒരു നിമിഷം നിശബ്ദം. പിന്നീട് ആദിൽ മൃദുവായി ചിരിച്ചു. എനിക്ക് അറിയാം. നസ്രിൻ്റെ ഹൃദയം നിശ്ചലമായി. എന്ത്? നിനക്ക് ഗർഭമുണ്ടല്ലോ, ആദിൽ പറഞ്ഞു. അവൾക്ക് ശ്വാസം കിട്ടിയില്ല. നീ അത് എങ്ങനെ? ആദിലിൻ്റെ ശബ്ദം ഇപ്പോൾ ഗൗരവമായി. കാരണം ആ കുഞ്ഞ്. ഒരു നിമിഷം നിശബ്ദം. എൻ്റേതാണ് നസ്രിൻ. ഫോൺ അവളുടെ കയ്യിൽ നിന്ന് തഴുകി വീഴാൻ പോവുകയായിരുന്നു. ഇല്ല, അവൾ മൃദുവായി പറഞ്ഞു. ഇത് സത്യമല്ല. നീ കണക്ക് കൂട്ടി നോക്ക്, ആദിൽ ശാന്തമായി പറഞ്ഞു. അവളുടെ തല ചുറ്റി. അവൾക്ക് എല്ലാം മനസ്സിലായി. നീ എന്നെ കാണണം, ആദിൽ വീണ്ടും പറഞ്ഞു. ഇന്ന് വൈകുന്നേരം പഴയ സ്ഥലത്ത്. നസ്രിൻ ഒന്നും പറഞ്ഞില്ല. നീ വരും, അവൻ പറഞ്ഞു. കാരണം നിനക്ക് സത്യമറിയണം. കോൾ കട്ട് ചെയ്തു. മുറി വീണ്ടും നിശബ്ദമായി. നസ്രിൻ കസേരയിലിരുന്നു. ശ്വാസം പിടിച്ചു. ഒരു വശത്ത് റാഷിദ്, അവളുടെ ഭർത്താവ്. മറ്റൊരു വശത്ത് ആദിൽ, അവളുടെ ആദ്യ പ്രണയം. അവളുടെ ഉള്ളിൽ ഒരു യുദ്ധം തുടങ്ങി. ഞാൻ പോകണോ? അവൾ കണ്ണുകൾ അടിച്ചു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, ആ വീട്ടിൻ്റെ പുറത്ത് ആരോ നിന്ന് ആൾ ഫോൺ വഴി ആ സംഭാഷണം മുഴുവൻ കേട്ടിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു. അതായത് കുഞ്ഞ് എൻ്റേതല്ലേ? അത് റാഷിദിൻ്റെ ശബ്ദമായിരുന്നു. റാഷിദിൻ്റെ ശബ്ദം വീടിൻ്റെ പുറത്തുനിന്ന് കേട്ടപ്പോൾ നസ്രിൻ്റെ ശരീരം മുഴുവൻ മഞ്ഞയായി. അവൾ പതുക്കെ തിരിഞ്ഞു. വാതിലിന് പുറത്തു മഴയിൽ നനഞ്ഞു നിൽക്കുന്ന റാഷിദ്. അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ ശാന്തമല്ല. നീ എല്ലാം കേട്ടോ? നസ്രിൻ വിറച്ചു ചോദിച്ചു. റാഷിദ് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സ്നേഹമില്ല. എന്ത് കേൾക്കണം? അവൻ പതുക്കെ നടന്ന് അടുത്തു വന്നു. നീ പറഞ്ഞില്ലാത്ത സത്യമല്ലേ? നസ്രിൻ്റെ കണ്ണുനീർ ഒഴുകി. ഞാൻ പറയാൻ പോകുകയായിരുന്നു. എപ്പോ? റാഷിദ് പെട്ടെന്ന് ചോദിച്ചു. കുഞ്ഞ് ജനിച്ച ശേഷം, അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തിയ ശേഷം. മുറിയിലെ വാഴു ഭാരമായി. റാഷിദ് പ്ലീസ്. അവൾ കൈ നീട്ടി. പക്ഷേ അവൻ പിന്നോട്ട് പോയി. അവൻ പറഞ്ഞത് സത്യമാണോ? അവൻ്റെ ശബ്ദം ഇപ്പോൾ ഗൗരവം. നസ്രിൻ കണ്ണുകൾ അടിച്ചു. ഇനി മറയ്ക്കാൻ ഒന്നുമില്ല. അതെ, ആ ഒരു വാക്ക് റാഷിദിൻ്റെ ഹൃദയം തകർത്തു. അവൻ ചിരിച്ചു. വേദനയുള്ള ഒരു ചിരി. നല്ലതാണ്. നിനക്ക് അവൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത്? ഒരു പകരക്കാരൻ ഇല്ല. നസ്രിൻ കരഞ്ഞു. നീ അങ്ങനെയല്ല. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ബഹുമാനം